പരിശുദ്ധതയുടെ പറുദീസയിലേക്ക് ഏവർക്കും സ്വാഗതം. നിന്ദനങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും ഇടയിൽ ദൈവത്തിൻ്റെ സൗരഭ്യം പരത്തിയ ഒരു വിശുദ്ധനെക്കുറിച്ചാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. പെറുവിലെ ലിമ എന്ന് പറയുന്ന സ്ഥലത്താണ്. അദ്ദേഹത്തിൻ്റെ അപ്പൻ ഒരു പട്ടാളക്കാരനായിരുന്നു, ധനിക കുടുംബത്തിലായിരുന്നു. അമ്മ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ സ്വതന്ത്രയാക്കപ്പെട്ട ഒരു അടിമ സ്ത്രീയായിരുന്നു വിശുദ്ധ മാർട്ടിൻ ഡി പോറസിൻ്റെ അമ്മ. അദ്ദേഹത്തിന് ചെറുപ്പം മുതൽ അപ്പൻ്റെ സ്നേഹം അനുഭവിക്കാനായി കഴിഞ്ഞിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. കാര്യം അമ്മ ഒരു അടിമ സ്ത്രീ ആയിരുന്നത് കൊണ്ട് തന്നെ ഒരു പള്ളിമാമൂൽ പ്രകാരം വിവാഹിത കഴിച്ചവരായിരുന്നില്ല മാർട്ടിൻ ഡി പോറസിൻ്റെ അപ്പനും അമ്മയും. അപ്പോൾ അങ്ങനെ ലഭിച്ച ഒരു കുഞ്ഞാണ് മാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരൻ അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ കുട്ടിയുടെ ലുക്കായിരുന്നു മാർട്ടിനുണ്ടായിരുന്നത്. കാരണം അമ്മ ഒരു ആഫ്രിക്കൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശുദ്ധനും അമ്മയുടെ അതേ ലുക്സാണ് കിട്ടിയിരുന്നത്. പക്ഷേ അപ്പനൊരു സ്പെയിൻകാരനായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ മാർട്ടിൻ ജനിച്ച ശേഷം മാർട്ടിൻ കറുത്തിരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് അപ്പൻ മാർട്ടിൻ്റെ കുടുംബത്തെയും ഉപേക്ഷിച്ച് പോയതാണ്. അപ്പോൾ ഇത് തൻ്റെ കുഞ്ഞല്ല എന്നായിരുന്നു അപ്പൻ അന്ന് അമ്മ ആദ്യമായിട്ട് കുഞ്ഞിനെ കാണിക്കുമ്പോൾ അപ്പൻ്റെ പ്രതികരണം. അങ്ങനെ ഇട്ടിട്ട് പോയി. അപ്പോൾ അന്ന് മുതലേ വളരെയേറെ സഹനങ്ങളിലൂടെയാണ് മാർട്ടിൻ ഡി പോറസിൻ്റെ കുടുംബത്തിന് അമ്മയ്ക്കും കടന്നു പോകേണ്ടി വന്നത്. അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് അവരുടെ കുടുംബത്തെ പൂറ്റിക്കൊണ്ടു വന്നത്. പിന്നീട് ഒരിക്കൽ മാർട്ടിൻ്റെ അമ്മ വീണ്ടും അപ്പനെ വളരെ സ്നേഹപൂർവ്വം തിരിച്ച് കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് മറ്റൊരു കുഞ്ഞ് ജനിക്കുന്നുണ്ട്. ആ കുഞ്ഞും സഹോദരിയും ഇത് മാർട്ടിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം വീണ്ടും ഇതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അദ്ദേഹം വീണ്ടും അവരെ ഉപേക്ഷിച്ച് തൻ്റെ കുഞ്ഞല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം കറുത്തിരിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് അവരെ ഉപേക്ഷിച്ചിട്ട് പോയി. അങ്ങനെ അദ്ദേഹം വളരെ ദൂരെ ഒരു സ്ഥലത്താണ് ജോലി ചെയ്തിരുന്നത്. മാർട്ടിൻ ചെറുപ്പകാലം മുതലേ മാർട്ടിന് സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നത് സ്വന്തം അമ്മയിൽ നിന്ന് തന്നെയായിരുന്നു. കാര്യം മാർട്ടിൻ ജനിച്ച ശേഷമാണ് തനിക്ക് ഇപ്രകാരം സഹനങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നത്, അല്ലെ ഇത്രയേറെ ബുദ്ധിമുട്ടുകൾ കേൾക്കേണ്ടി വന്നത്, അപ്പൻ കളഞ്ഞിട്ട് പോയത് എന്നൊക്കെയുള്ള കുറ്റാരോപണങ്ങൾ മാർട്ടിൻ്റെ അമ്മ എപ്പോഴും മാർട്ടിനിൽ ആരോപിച്ചിരുന്നു. ഈ കുറ്റപ്പെടുത്തലുകളും നിന്ദനങ്ങളും ഒക്കെ കേട്ടിരുന്നെങ്കിലും മാർട്ടിൻ അതെല്ലാം വളരെ ഒരു സംയമനത്തോടെയാണ് കണ്ടിരുന്നത്. എപ്പോഴും അമ്മയെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അമ്മയെ സന്തോഷിപ്പിക്കാനൊക്കെ ആയിട്ട് മാർട്ടിൻ അതിൻ്റെ ഇടയ്ക്കെല്ലാം പരിശ്രമിച്ചിരുന്നു. പക്ഷേ അമ്മ അതിലൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും വീഴുന്നില്ല. അപ്പോൾ മാർട്ടിന് ചെറുപ്പം തൊട്ട് തന്നെ ഇങ്ങനെ വളരെയേറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ചെറുപ്പം മുതൽ തന്നെ മാർട്ടിന് അങ്ങനെ എല്ലാവരോടും ഒരു സ്നേഹവും സഹാനുഭൂതിയൊക്കെ ഉണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ പുറത്ത് തെരുവിലൊക്കെ കിടക്കുന്ന ബുദ്ധിമുട്ടുന്ന കണ്ടു കഴിഞ്ഞാൽ അവരെയൊക്കെ സഹായിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സന്നദ്ധത മാർട്ടിൻ കാണിച്ചിരുന്നു. പക്ഷേ അമ്മയ്ക്ക് അത്രത്തോളം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ മാർട്ടിന് ഇതുപോലെ വീട്ടിൽ നിന്നൊരു കമ്പിളിപ്പുതപ്പ് കിട്ടി. അത് വീട്ടിലെ അമ്മ നോക്കിയപ്പോൾ കമ്പിളിപ്പുതപ്പ് കാണാനില്ല. അങ്ങനെ അമ്മ മാർട്ടിനോട് ഇതെവിടെ, ഈ പുതപ്പ്, എൻ്റെ കമ്പിളി പുതപ്പ് എവിടെയെന്ന് പറഞ്ഞ് മാർട്ടിനോട് അന്വേഷിക്കുന്നുണ്ട്. മാർട്ടിൻ പറയും, അത് അമ്മ എനിക്ക് തന്നതല്ലേ, ഞാനത് മോഷ്ടിച്ചതല്ല, ഞാനത്. അപ്പോൾ അമ്മ വളരെ ദേഷ്യപ്പെട്ടാണ് മാർട്ടിനോട് ചോദിക്കുന്നത്, ഇതെവിടെ, നീ എവിടെ കൊണ്ട് കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് ഒരുപാട് നിർബന്ധിക്കുമ്പോൾ മാർട്ടിൻ സത്യം പറയും. മാർട്ടിൻ പറയും, അത് തെരുവിൽ അങ്ങേയറ്റത്ത് കിടക്കുന്ന ഒരു ഭിക്ഷക്കാരി സ്ത്രീയുണ്ട്. അപ്പോൾ തണുപ്പത്ത് അവർക്ക് ചൂട് നൽകാൻ വേണ്ടി എൻ്റെ കയ്യിലിരുന്ന കമ്പിളി പുതപ്പ് ഞാൻ അവർക്ക് കൊടുത്തതാണ്. അതെൻ്റേതായിരിക്കും, അമ്മ എനിക്ക് തന്നതാണെന്ന് കരുതിയാണ് ഞാൻ കൊടുത്തതെന്ന് പറയും. അതോടെ അമ്മയ്ക്ക് കുറച്ചുകൂടി ദേഷ്യം വന്ന് മാർട്ടിനോട് വളരെ ക്രൂരമായിട്ട് പെരുമാറുന്നുണ്ട്. അപ്പോൾ ഇത് മാർട്ടിൻ്റെ ഒരു സഹാനുഭൂതിയുടെ ഒരു ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. മാർട്ടിന് അപ്പോഴൊന്നും മാർട്ടിൻ്റെ അപ്പൻ ആരാണെന്നുള്ള കാര്യം അറിയാമായിരുന്നില്ല. ഇവരെ സഹായിക്കുന്ന ഒരു നല്ലൊരു സ്ത്രീ ഇവരുടെ അടുത്തുണ്ടായിരുന്നു, ഡോണ ഫ്രാൻസിസ്ക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവർ വളരെ നല്ല രീതിയിലാണ് മാർട്ടിനെയും അവരുടെ കുടുംബത്തെയും പരിചരിച്ചിരുന്നത്. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലൊക്കെ ഡോണ ഫ്രാൻസിസ്ക അവരെ സഹായിച്ചിരുന്നു.
അങ്ങനെ ഒരിക്കൽ മാർട്ടിൻ്റെ അപ്പൻ ജോലിയുടെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരായിരിക്കുന്ന സ്ഥലത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പലരും ഇവരുടെ ഈ കുടുംബത്തെക്കുറിച്ച് അപ്പനെ ഓർമ്മിപ്പിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അത് കാര്യമാക്കുന്നില്ല. അപ്പോൾ ഇതിന് പരിഹാരമായി ഡോണ ഫ്രാൻസിസ്ക ഒരു പോംവഴി കണ്ടെത്തുന്നു. ഡോണ ഫ്രാൻസിസ്ക ഒരു വിരുന്ന് സൽക്കാരം അവിടെ അവരുടെ ഭവനത്തിൽ ഒരുക്കുന്നു. എന്നിട്ട് ഇദ്ദേഹത്തെയും വിളിക്കുന്നു. അതോടൊപ്പം മാർട്ടിനെ ഈ ഒരു സൽക്കാര ശുശ്രൂഷയ്ക്ക് പരിചരിക്കാനായിട്ട് മാർട്ടിനെയും അവർ വിളിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് മാർട്ടിൻ സൽക്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത് അവർക്ക് പരിചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് ഇദ്ദേഹത്തെ കാണുന്നുണ്ട്, മാർട്ടിൻ്റെ അപ്പനെ. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഈ കുട്ടിയെ അറിയാമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഇത് മാർട്ടിൻ്റെ അമ്മയുടെ പേരാണ് ആന. അപ്പോൾ ആനയുടെ മകനാണ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായെങ്കിലും അദ്ദേഹം മറ്റൊരു രീതിയിൽ മാർട്ടിനോട് സംസാരിക്കാനായിട്ട്, കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ആയിട്ട് പരിശ്രമിക്കുകയാണ്. മാർട്ടിൻ അപ്പോഴും തിരിച്ചറിയുന്നില്ല ഇത് ആരാണെന്നുള്ള കാര്യം. അങ്ങനെ അദ്ദേഹം മാർട്ടിൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. നീ എന്തുവരെ പഠിച്ചു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ മാർട്ടിൻ പറയും, ഞാൻ പഠിക്കുന്നില്ല, കാര്യം എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ, അപ്പോൾ അമ്മയെ സഹായിക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ പഠിക്കുന്നില്ല. പക്ഷേ എനിക്ക് വലിയ നല്ലൊരു ഡോക്ടറാകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ പഠിക്കാനായിട്ട് മണ്ടനാണെന്നാണ് അമ്മ പറയുന്നതെന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പം അദ്ദേഹത്തിൻ്റെ മനസ്സലിയുന്നുണ്ട്. ആദ്യം കുറച്ചുകൂടി ഗൗനിക്കാതെ നിന്നെങ്കിലും ഇത് കേട്ട് കഴിയുമ്പോൾ മാർട്ടിൻ്റെ അപ്പൻ്റെ മനസ്സലിയുന്നു. തുടർന്ന് മാർട്ടിൻ്റെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാനായി അദ്ദേഹം പേഴ്സിൽ നിന്ന് കുറച്ച് പണം എടുത്തു കൊടുക്കും. അതോടൊപ്പം തന്നെ മാർട്ടിന് പേഴ്സ് കണ്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതും കൂടെ കൊടുക്കുന്നുണ്ട്. പേഴ്സിൽ നിന്നൊരു കൊന്തയും, ഒരു വെള്ളിക്കൊന്തയും കൂടെ അദ്ദേഹം മാർട്ടിന് സമ്മാനിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം മാർട്ടിൻ സന്തോഷത്തോടെ തിരിച്ച് വീട്ടിൽ വരുന്നു. അമ്മ മാർട്ടിൻ്റെ കയ്യിൽ ഈ പണമൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അമ്മ ഉറപ്പിച്ചു ഇത് മാർട്ടിൻ എവിടെ നിന്നോ മോഷ്ടിച്ചതാണ്. അങ്ങനെ അമ്മ മാർട്ടിനെ വിളിച്ച് നന്നായി ശകാരിക്കുന്നുണ്ട്. നീ ഇത് എവിടെ നിന്നാണ് എടുത്തതെന്ന് പറ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മാർട്ടിനെ അടുത്ത് വളരെ ദേഷ്യത്തോടു കൂടി പെരുമാറുന്നു. മാർട്ടിൻ സത്യാവസ്ഥ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെ ഡോണ ഫ്രാൻസിസ്ക അറേഞ്ച് ചെയ്ത ആ ഒരു സൽക്കാരത്തിൽ വെച്ച് കണ്ട ഒരു ആളാണ് എനിക്ക് തന്നത് എന്ന് പറയും. പക്ഷേ ഇവരൊട്ടും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ പേഴ്സും കൂടെ കണ്ടപ്പോൾ മാർട്ടിൻ്റെ കാര്യത്തിൽ നല്ലൊരു തീരുമാനമായി. കാര്യം കുറച്ചും കൂടി അവർ വഴക്ക് പറഞ്ഞു. നീ ഇത് ഉറപ്പായും എവിടെ നിന്നോ മോഷ്ടിച്ചതാണെന്ന് തന്നെ അവർ പറയുക. അങ്ങനെ അവസാനം മാർട്ടിന് മനസ്സിലായി കാര്യം ഇനിയൊന്നും കയ്യിൽ സൂക്ഷിച്ചിട്ട് കാര്യമില്ല, അമ്മയുടെ കയ്യിൽ നിന്ന് എന്തായാലും വഴക്കും അടിയും ഉറപ്പാണ്. അങ്ങനെ മാർട്ടിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന ആ വെള്ളിക്കൊന്തയും കൂടെ മാർട്ടിനെടുത്ത് അമ്മയുടെ കയ്യിൽ കൊടുക്കും. ഈ വെള്ളിക്കൊന്ത കാണുമ്പോഴത്തേക്കും അമ്മയുടെ മനസ്സലിയും. അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട് ഇത് എവിടെ നിന്നാണെന്നുള്ള കാര്യം. അമ്മ അപ്പോൾ തിരിച്ചറിയും. അപ്പോൾ അമ്മ ചോദിക്കും, ഇത് ആരാ നിനക്ക് തന്നതെന്ന്. അപ്പം അമ്മ ചോദിക്കാനായിട്ട് വരുമ്പോൾ മാർട്ടിൻ പെട്ടെന്ന് ഇപ്പോൾ അടുത്ത അടി കിട്ടുമെന്നുള്ള രീതിയിൽ പെട്ടെന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ അമ്മ പറയും, അടിക്കാനല്ല, ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിനക്കിത് ആരാ തന്നതെന്ന് പറയാൻ പറയും. അങ്ങനെയാണ് മാർട്ടിൻ സത്യം പറയും. അവിടെ വന്ന് ഇങ്ങനെ ഒരു ആളെ കണ്ടു. അപ്പോൾ എൻ്റെ അടുത്ത് പഠിക്കുന്ന കാര്യമൊക്കെ ചോദിച്ചു. അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പൈസ കുറച്ച് തന്നു. ആ വ്യക്തിയാണ് ഈ ഒരു കൊന്തയും എനിക്ക് തന്നതെന്ന് പറയും. അപ്പോൾ അമ്മ പറയും, ഇത് നിൻ്റെ അപ്പന് ഞാൻ ആദ്യമായി കണ്ട സമയത്ത് കൊടുത്ത കൊന്തയാണെന്ന് മാർട്ടിനോട് പറയും. അങ്ങനെ അതോടെ അമ്മയ്ക്ക് മാർട്ടിനോട് കുറച്ചും കൂടി ഒരു സ്നേഹവും അനുകമ്പയൊക്കെ തോന്നും. തുടർന്ന് മാർട്ടിൻ പഠനത്തിനായിട്ട് ലിമായിൽ തന്നെ അവിടുത്തെ സ്ഥാപനങ്ങളിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ മാർട്ടിൻ ഒരു നീഗ്രോ ആയതുകൊണ്ട് തന്നെ ആരും തന്നെ അവിടെ ഒന്നും എടുക്കുന്നില്ല. അങ്ങനെ മാർട്ടിൻ ലിമായിൽ പല സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ വെള്ളക്കാരെയും കറുത്ത വർഗ്ഗക്കാരെയും ഒരുമിച്ച് പഠിപ്പിക്കില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് മാർട്ടിന് അവിടെ ഒന്നും അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ തുടർന്ന് സാന്റിയാഗോയിൽ പോയി മാർട്ടിൻ കുറച്ച് നാൾ അവിടെ നിന്ന് വിദ്യാഭ്യാസം തുടരുകയാണ്. പക്ഷേ അത് അധികം നാൾ നീണ്ടു നിന്നില്ല. വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ വീണ്ടും കൂടി വന്നു. അമ്മയ്ക്ക് മാർട്ടിൻ്റെ സഹായം കൂടാതെ
മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു കാരണം ഉണ്ടായിരുന്നത് കൊണ്ട് അമ്മ മാർട്ടിനെ തിരിച്ച് വിളിപ്പിച്ചു. അങ്ങനെ ഏകദേശം 2 വർഷം മാത്രമേ മാർട്ടിന് അവിടെ പഠിക്കാൻ കഴിഞ്ഞുള്ളൂ. തിരിച്ചു വന്ന് ഒരു കരിമ്പിൻ തോട്ടത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡോണ ഫ്രാൻസിസ്ക മാർട്ടിനെ കാണുമ്പോൾ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. മാർട്ടിൻ കാര്യം പറയും, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, അപ്പോൾ ഞാൻ വീണ്ടും ഇവിടെ തന്നെ ജോലി ചെയ്യാൻ പഠിക്കുന്നില്ല, അമ്മയെ സഹായിക്കാൻ വേണ്ടി ഞാനിവിടെ നിൽക്കുകയാണെന്ന് പറയും. കാര്യങ്ങൾ മനസ്സിലാക്കിയ ഡോണ ഫ്രാൻസിസ്ക അവരുടെ ഒരു കുടുംബ ഡോക്ടറിൻ്റെ കീഴിൽ ഒരു തൊഴിൽ ശിഷ്യനായിട്ട് മാർട്ടിന് ജോലി കൊടുക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഡോക്ടർ ആദ്യം സമ്മതിക്കുന്നില്ല. ഡോക്ടറും ഇതുപോലെ പറയും അത് ശരിയാകില്ല എന്നുള്ളൊരു കാര്യം ഡോക്ടറും മാർട്ടിനോട് പറയുകയാണ്. പക്ഷേ മാർട്ടിൻ തുടർച്ചയായിട്ട് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും എന്ത് ജോലി വേണമെങ്കിലും ഞാൻ ചെയ്തു കൊള്ളാം, അതായത് തൊഴിൽ പഠനം എന്ന കാര്യം വേണ്ട, പക്ഷേ മറ്റെന്ത് ജോലിയും ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു സന്നദ്ധത മാർട്ടിൻ ഡോക്ടറിൻ്റെ അടുത്ത് പ്രകടിപ്പിക്കുന്നു. അപ്പോൾ മാർട്ടിൻ്റെ ആ ഒരു ശുഷ്കാന്തിയൊക്കെ കണ്ട് ഡോക്ടർ പിന്നെ മാർട്ടിനെ തൻ്റെ തൊഴിൽ ശിഷ്യനായി തന്നെ എടുക്കുകയാണ്. അങ്ങനെ ഡോക്ടറിൻ്റെ കൂടെ നിന്ന് മാർട്ടിൻ ജോലി പഠിക്കുന്നുണ്ട്. ഒരു വിദഗ്ധനായൊരു ഡോക്ടറായി മാർട്ടിൻ തീരുകയാണ്. മാർട്ടിന് അങ്ങനെ തൻ്റെ ആതുര ശുശ്രൂഷ വളരെ താല്പര്യമുള്ള ഒരു മേഖലയായിരുന്നു. അപ്പോൾ ആ ഒരു ശുശ്രൂഷ മേഖലയിൽ ഏറ്റവും നന്നായി വിനിയോഗിക്കാൻ ഒരു നല്ലൊരു ഡോക്ടറായി തീരാനായിട്ട് മാർട്ടിനും സാധിച്ചു. മാർട്ടിനെക്കുറിച്ച് വളരെയേറെ നാട്ടിലൊക്കെ അറിയപ്പെടാൻ തുടങ്ങി. ഒരുപാട് പേര് മാർട്ടിൻ്റെ അടുത്ത് ശുശ്രൂഷയ്ക്കായി എത്തുവാനൊക്കെ ആയിട്ട് ആരംഭിച്ചു. മാർട്ടിൻ പ്രശസ്തനായ ഒരു ഡോക്ടറായി തീർന്നുവെങ്കിൽ പോലും മാർട്ടിന് സന്യാസ ജീവിതത്തോട് വളരെയേറെ ആകർഷണമുണ്ടായിരുന്നു. അപ്പോൾ പുറത്തുള്ള പ്രശസ്തിയെക്കാളും മാർട്ടിൻ ആഗ്രഹിച്ചത് ഒരു പ്രാർത്ഥനാ ജീവിതമൊക്കെയാണ് കൂടുതലും ആഗ്രഹിച്ചത്. അപ്പോൾ അതുകൊണ്ട് മാർട്ടിൻ ഡൊമിനിക്കൻ സഭയിൽ ചേർന്ന് ഒരു സന്യാസിയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഡൊമിനിക്കൻ സഭയിലെത്തുകയാണ്. പക്ഷേ മാർട്ടിൻ ഒരു നീഗ്രോ ആയിരുന്നത് കൊണ്ട് അവിടെ നിന്നും അവർ ഉപേക്ഷിക്കുകയാണ്. അവർ പറയും ഇത് സാധിക്കില്ല, അങ്ങനെ എടുക്കാനായിട്ട് പറ്റില്ല എന്നുള്ളൊരു കാര്യം അവിടെ നിന്ന് അവരെ അറിയിക്കുന്നു. അപ്പോൾ ഇവിടെ സന്യാസിയാകാൻ സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഞാൻ ഒരു 3-ാം സഭയിലെ അംഗമായിട്ട് ഒരു ബ്രദറായിട്ട് തുടർന്നു കൊള്ളാം, അല്ലെങ്കിൽ എന്ത് ജോലിയും ചെയ്ത് ഞാനിവിടെ തുടർന്നു കൊള്ളാം എന്നുള്ള കാര്യം മാർട്ടിൻ വീണ്ടും അവരോട് ആവശ്യപ്പെടുന്നു. അപ്പോൾ തുടർന്നുള്ള ആവശ്യം മാനിച്ച് അവർ മാർട്ടിനെ ഒരു വൈദികനാകാനല്ല, പക്ഷേ ഒരു സന്യാസിയായി ഇവിടെ തുടരാനായിട്ട് മറ്റ് ജോലികളൊക്കെ ചെയ്ത് ജീവിക്കാനായിട്ട് അനുവാദം കൊടുക്കുന്നുണ്ട്. അങ്ങനെ മാർട്ടിൻ്റെ ജീവിതം അങ്ങനെ കടന്നു പോകുന്നു. എല്ലാ രീതിയിലും പ്രശസ്തിയും കാര്യങ്ങളും എല്ലാം മാർട്ടിൻ്റെ മറുവശത്തുണ്ടെങ്കിൽ പോലും ഇവിടെ മാർട്ടിന് ഒരു അടിമ വേലയാണ് ചെയ്തിരുന്നത്. അവിടെ ഉണ്ടായിരുന്നവർ പോലും മാർട്ടിനെ ഒരു അടിമയെ പോലെ കണ്ടാണ് പണി ചെയ്യിപ്പിച്ചിരുന്നത്. അങ്ങനെ ഒരിക്കൽ മാർട്ടിൻ്റെ പിതാവ് ഈ ഒരു കാര്യം അറിയുന്നു. അതായത് മാർട്ടിൻ വൈദികനാകുന്നില്ല, ഇവിടെ ഒരു സന്യാസിയായാണ് കഴിയുന്നതെന്നുള്ളൊരു കാര്യം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ആശ്രമത്തിലേക്ക് വന്ന് അവിടെ വന്ന് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് തൻ്റെ മകൻ നീഗ്രോ ആയതുകൊണ്ടാണ് ഇത്രയേറെ വിവേചനം നേരിടേണ്ടി വന്നതെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് പറയുന്നു, അതായത് നീ ഇങ്ങനെയല്ല, നീ എൻ്റെ മകനാണ്, ഞാനിവിടുത്തെ ജനറലാണ്, അപ്പോൾ എൻ്റെ മകനാണ് നീ, അപ്പോൾ നീ ഉറപ്പായും ഒരു വൈദികനായി തീരേണ്ടതാണ്, ഞാൻ ഇവിടെ പറയാമെന്നുള്ള രീതിയിൽ അപ്പൻ അവിടെ നിന്ന് പറയുന്നു. അപ്പോൾ മാർട്ടിൻ പറയും അത് സാരമില്ല, ഞാനിവിടെ വൈദികനാകാൻ ആഗ്രഹിച്ചു വന്നതല്ല, ഞാൻ തന്നെ ആവശ്യപ്പെട്ടതാണ് ഞാൻ ഈ ഒരു ജോലി എടുത്തത്, ഞാനിവിടെ സന്യാസിയായി തുടർന്നോളാം, മറ്റ് ജോലികൾ ചെയ്യുന്നതിനും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നുള്ളൊരു സന്നദ്ധത മാർട്ടിൻ അപ്പനോട് പറയുന്നു. അപ്പോൾ അപ്പൻ പറയും നീ എൻ്റെ മകനാണെന്നുള്ള കാര്യം അപ്പോഴാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് ഏറ്റുപറയുന്നത്. അപ്പോൾ മാർട്ടിൻ പറയും ഇത് ഞങ്ങൾക്ക് നേരത്തെ ആവശ്യമുള്ളതായിരുന്നല്ലോ, ഇനി സാരമില്ല, അപ്പോൾ ഞാൻ ഇത് തന്നെ, എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇങ്ങനെ തന്നെ തുടരുന്നതിന് എന്നുള്ള കാര്യം മാർട്ടിന് ആ സമയത്ത് പറയും. അങ്ങനെ ഇത് കേട്ടുകൊണ്ട് നിന്നിരുന്ന ഡൊമിനിക്കൻ സഭയുടെ ജനറലിന് ഇത് കേട്ടും മനസ്സലിയുന്നുണ്ട്. മാർട്ടിൻ്റെ ആ ഒരു എളിമയും പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് നല്ല ബോധ്യം വരുന്നു. അങ്ങനെ മാർട്ടിന് സന്യാസ വസ്ത്രം സ്വീകരിക്കാനായിട്ടുള്ള അനുവാദം അവിടെ വെച്ച് അദ്ദേഹം നൽകുകയാണ്. അങ്ങനെ മാർട്ടിൻ അവിടെ ഒരു സന്യാസിയായി തുടരുന്നു. പക്ഷേ സഹനങ്ങൾക്കൊന്നും കുറവുണ്ടായിരുന്നില്ല. കാര്യം മാർട്ടിനെ എല്ലാവരും ഒരു അടിമയെ പോലെ തന്നെ കണ്ടിരുന്നു. കാപ്പിരിയുടെ നായി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് അവർ മാർട്ടിനെ വിളിച്ചിരുന്നത്. പക്ഷേ ഇതെല്ലാം മാർട്ടിന് വളരെയേറെ സന്തോഷം തന്നെയാണ് കൊടുത്തിരുന്നത്. കാരണം മാർട്ടിന്
വളരെയേറെ ബോധ്യമുണ്ട്. താൻ എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നതെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് മാർട്ടിന് വളരെയേറെ വ്യക്തതയുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അമ്മയുടെ കൂടെ ആയിരുന്നപ്പോൾ മുതൽ അമ്മ ഉപേക്ഷിച്ച അവസ്ഥയിലായിരുന്നെങ്കിൽ പോലും മാർട്ടിന് പ്രാർത്ഥനാ ജീവിതത്തിൽ തുടരാനായിട്ടുള്ള ഒരു ഒരു സ്വഭാവ രീതി മാർട്ടിനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ ആ പ്രാർത്ഥനാ ജീവിതമാണ് മാർട്ടിനെ മുന്നോട്ട് നയിച്ചിരുന്നത്. മാർട്ടിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട്. ഇതുകൂടാതെ മാർട്ടിൻ വളരെയേറെ പ്രശസ്തനായൊരു ഡോക്ടറായിരുന്നു എങ്കിൽ പോലും അത്ഭുത പ്രവൃത്തികളുടെ കാര്യങ്ങൾ നമ്മൾ അധികമൊന്നും കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും. അതിൽ ഒരെണ്ണം ഇങ്ങനെയാണ്. ഒരിക്കൽ മാർട്ടിൻ്റെ ആശ്രമത്തിലുള്ള ഒരു സഹോദരൻ, ഒരു സന്യാസിക്ക് കാലിൽ ഒരു മുറിവുണ്ടാകുകയാണ്. അപ്പോൾ കാല് മുറിച്ച് മാറ്റപ്പെടണം എന്നുള്ളൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മാർട്ടിൻ്റെ ജീവിത വിശുദ്ധി തിരിച്ചു അറിഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കണം അദ്ദേഹം മാർട്ടിനോട് വന്ന് ആവശ്യപ്പെടുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കാല് മുറിച്ച് മാറ്റാനായിട്ട് ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിനു മുമ്പ് മാർട്ടിൻ്റെ പ്രാർത്ഥന വളരെയേറെ ആവശ്യമാണെന്ന് പറയും. അങ്ങനെ മാർട്ടിൻ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നീട് പരിശോധനയിൽ അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. മറ്റൊരു സംഭവം ഇങ്ങനെയാണ്. ഒരിക്കൽ മാർട്ടിൻ ഒരിടത്തേക്ക് വളരെ തിടുക്കത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു നാട്ടിൽ ഒരു സ്ഥലത്ത് ഒരു കാട്ടുപന്നി വളരെയേറെ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. കാര്യം ആൾക്കാരെയൊക്കെ അതിൻ്റെ ഉപദ്രവം കൊണ്ട് ഭയന്നാണ് അവിടെ കഴിയുന്നത്. അപ്പോൾ ഇതെല്ലാവരെയും ഓടിച്ചിട്ട് ഉപദ്രവിക്കുകയാണ്. മാർട്ടിൻ തൻ്റെ കയ്യിലുള്ള പോകുന്ന വഴിക്കാണ് ഇതിനെ കാണുന്നതും ആൾക്കാർ ഓടുന്നത് കാണുന്നതൊക്കെ. മാർട്ടിൻ തൻ്റെ കയ്യിലുള്ള മേലങ്കി അതിൻ്റെ പുറത്തേക്ക് ഊരി എറിഞ്ഞിട്ട് അതിനോട് കീഴടങ്ങാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. പറയും, നിൻ്റെ സ്ഥലം ഇതല്ല, നിനക്ക് കളിക്കാനും അല്ലെങ്കിൽ നിനക്ക് ഓടിക്കളിക്കാനൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് ആൾക്കാരില്ലാത്ത സ്ഥലമാണ്, ഇവിടെ വന്ന് ജനങ്ങളെ നീ ഉപദ്രവിക്കരുതെന്ന് പറയുന്നുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലും ഇതുപോലത്തെ കുറേ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വിശുദ്ധൻ്റെ ജീവിത വിശുദ്ധി എത്രത്തോളം മൃഗങ്ങൾ, ജീവജാലങ്ങളിലേക്കും എത്രത്തോളം അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഈ കാട്ടുപന്നി പെട്ടെന്ന് മാർട്ടിൻ ചെന്ന് ഇതിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് കാലുകൾ മടക്കി ഇങ്ങനെ നിൽക്കും. മാർട്ടിൻ്റെ മുമ്പിൽ അത് അടിയറവ് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. മാർട്ടിൻ സംസാരിച്ച ഉടനെ തന്നെ കാട്ടുമുരി ശാന്തമാവുകയും അത് ആരെയും ഉപദ്രവിക്കാതെ അവിടെ വിട്ടു പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാർട്ടിന് നല്ലൊരു വിളിപ്പേര് കിട്ടിയാണ് സമാധാനദൂതൻ എന്നുള്ളൊരു പേര്. അങ്ങനെ ഒത്തിരിയേറെ സംഭവങ്ങൾ, ഇതുപോലെ അത്ഭുതങ്ങൾ മാർട്ടിൻ ചെയ്തതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. മറ്റൊരെണ്ണം കാര്യം പറയുന്നത് ഇങ്ങനെയാണ്. മാർട്ടിന് ശുശ്രൂഷ ചെയ്യുന്ന ആശ്രമത്തിൽ ഒരിക്കൽ മാർട്ടിൻ മരുന്നുകളൊക്കെ ആയിട്ട് സ്റ്റെയർ ഇറങ്ങി പോവുകയായിരുന്നു. പടി ഇറങ്ങി പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പം ഒരു ആകാര രൂപത്തിൽ ഒരു ജീവി അവിടെ നിൽക്കുകയാണ്. അത് പെട്ടെന്ന് മാർട്ടിനെ തടസ്സപ്പെടുത്തുന്നുണ്ട് വഴിയിൽ. അത് രാത്രി സമയമാണ്. മാർട്ടിൻ ഇതിനെ കണ്ടിട്ട് ഭയക്കുന്നില്ല. പക്ഷേ മാർട്ടിന് പിശാച് തന്നെ വഴി തടഞ്ഞു നിൽക്കുന്നതായിട്ട് മാർട്ടിൻ മനസ്സിലാക്കുന്നുണ്ട്. മാർട്ടിൻ വളരെ ധൈര്യത്തോടു കൂടി പിശാചിനെ എതിർക്കുന്നു. ഉടനെ തന്നെ മാർട്ടിൻ തൻ്റെ മരുന്നുകളെല്ലാം അവിടെ പടിയിൽ വെച്ചിട്ട് പെട്ടെന്ന് അവിടെ പിശാച് നിൽക്കുന്ന സ്ഥലത്ത് തന്നെ അവിടുത്തെ വാളിൽ, എൻ്റെ ആ മതിലിൽ പെട്ടെന്നൊരു കുരിശ് വരയ്ക്കുന്നു. അപ്പോൾ പിശാച് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിക്കും. മാർട്ടിൻ വളരെ ഉടനെ തന്നെ മാർട്ടിൻ തൻ്റെ അരയിലുള്ള ബെൽറ്റ് ഊരി അതിനെ അടിക്കുന്നു. കുരിശ് വരച്ച ശേഷം ഇതിനെ അടിക്കുന്നു. അത് വളരെ വലിയൊരു ശബ്ദത്തോടെ ആ സ്ഥലം വിട്ടു പോവുകയാണ്. ഈ ശബ്ദം ആ ആശ്രമത്തിലുള്ള എല്ലാവരും കേൾക്കുന്നുണ്ട്. അന്ന് രാത്രി വലിയൊരു ഭീകര ശബ്ദം കേട്ട് പലരും അന്വേഷിക്കുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ. അങ്ങനെ ഈ ഒരു സംഭവം അന്ന് അവിടെ ആ ഒരു കെട്ടിനിടയിൽ നടന്ന ഒരു സംഭവം എല്ലാവരും, ആശ്രമവാസികളെല്ലാവരും കേട്ടു. പക്ഷേ യഥാർത്ഥ സംഭവം എന്തെന്ന് ആരും അന്ന് ആ ദിവസം തിരിച്ചറിഞ്ഞിരുന്നില്ല. ഉടനെ തന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം മാർട്ടിൻ അവിടെ ഒരു കുരിശ് സ്ഥാപിക്കുകയും എല്ലാ ദിവസവും അവിടെ തിരികത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. മാർട്ടിൻ്റെ ചികിത്സയെക്കുറിച്ച് ആ നാട്ടിലെങ്ങും വളരെയേറെ ഖ്യാതിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലീമായിലെ ജനങ്ങൾ വന്ന് ആശ്രമത്തിൽ വന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, മാർട്ടിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് പറഞ്ഞ് അവിടെ ആവശ്യപ്പെടുകയാണ്.
അങ്ങനെ അവരുടെ ആവശ്യം മാനിച്ച്, ഇത്രയും ജനത്തിരക്ക് ആൾക്കാരുടെ ഒരു ആവശ്യം മാനിച്ച് മാർട്ടിന് അവിടെ ജനങ്ങളെ പരിചരിക്കാനായിട്ട്, അവർക്ക് ചികിത്സ നൽകുവാനായിട്ടുള്ള അനുവാദം ആശ്രമാധികാരികൾ നൽകുന്നു. അങ്ങനെ ആ ആശ്രമത്തിൽ മാർട്ടിൻ്റെ ആ ഒരു ചികിത്സാ മികവ് കൊണ്ട് തന്നെ ആശ്രമത്തിൻ്റെ അകത്തും പുറത്തുമൊക്കെ ജനങ്ങൾ വന്നു പോകാൻ നല്ല തിരക്ക് അവിടെ അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ ക്രമേണ ഇത് ആശ്രമത്തിൽ കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ തുടങ്ങി. കാരണം ആശ്രമം പൊതുവെ ഒരു ശാന്തമായ നിശബ്ദതയിൽ പോകേണ്ട ഒരു സ്ഥലമാണ്. പക്ഷേ ഇങ്ങനെ ജനത്തിരക്ക് കാരണം ഇവിടുത്തെ നിശബ്ദതയെ ബാധിക്കുന്നു. അങ്ങനെ തുടർന്നുള്ള മറ്റു പല കാര്യങ്ങളും ആരോപിച്ച് മാർട്ടിൻ്റെ ഈ ഒരു ചികിത്സ ഇവിടെ മതിയാക്കണമെന്ന് പലരും സന്യാസികൾ, ആശ്രമത്തിലുള്ളവർ തന്നെ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഈ ഒരു കാരണത്താൽ ഇത് കണക്കിലെടുത്ത് അവർ വീണ്ടും മാർട്ടിന് വിലക്ക് നൽകുകയാണ്. അതായത് ഇനി ചികിത്സ ഇവിടെ പാടില്ല, ഇനി ഇതെല്ലാം നിർത്തലാക്കണമെന്ന് പറഞ്ഞ് ആശ്രമവാസികളെല്ലാം മാർട്ടിനോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ മാർട്ടിൻ വളരെ വിധേയത്വത്തോടു കൂടി തന്നെ ആ ഓർഡർ പാലിക്കുന്നു. മാർട്ടിനെല്ലാം നിർത്തുന്നു. അങ്ങനെ മാർട്ടിനെ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് സ്ഥലം മാറ്റുകയാണ്. പിന്നെ മാർട്ടിന് വിലക്ക് ഉണ്ടായിരുന്ന സമയത്ത് ഒരു സംഭവം നടക്കുന്നുണ്ട്. മാർട്ടിൻ ഒരിക്കൽ ആശ്രമത്തിലേക്ക് വരുന്ന വഴി പെട്ടെന്ന് വഴിയിൽ വെച്ച് ഒരു സ്ത്രീ, ഒരു വ്യക്തി രക്തം വാർന്ന് കിടക്കുന്നതായിട്ട് കണ്ടു. മാർട്ടിന് ഇത് നോക്കി നിൽക്കാൻ സാധിച്ചില്ല. മാർട്ടിൻ പെട്ടെന്ന് തന്നെ ആളെ പരിചരിച്ച് പെട്ടെന്ന് രക്ഷപ്പെടുത്തുകയാണ്. ഈ വാർത്ത ആശ്രമാധികാരികളുടെ ചെവികളിലെത്തി. അങ്ങനെ ആശ്രമത്തിൻ്റെ അധികാരി മാർട്ടിനെ വിളിച്ചിട്ട് മാർട്ടിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ നടന്നത്? കാര്യം നിന്നോട് ആരെയും ചികിത്സിക്കരുതെന്ന് വിലക്ക് കൽപ്പിച്ചിരുന്നതല്ലേ, പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മാർട്ടിൻ വളരെ ധർമ്മസങ്കടത്തിലാവും. മാർട്ടിൻ പറയും, നമ്മൾ പഠന സമയങ്ങളിൽ, അതായത് വൈദിക പഠനത്തിൻ്റെ സമയത്തായാലും ഇങ്ങനെ ഞങ്ങളോട് നമ്മൾ പഠിക്കുന്നത് സ്നേഹിക്കുക, സ്നേഹവും അനുസരണവുമാണ് പ്രധാനം എന്നല്ലേ, പിന്നെ വിധേയത്വം വേണമെന്നുണ്ട്. അപ്പം ഏതാണ് നമ്മൾ സുവിശേഷപ്രകാരം പ്രാധാന്യം കൊടുക്കേണ്ടത് എന്താണ് എന്ന് അങ്ങ് തന്നെ എനിക്ക് പറഞ്ഞു തിരുത്തി തരണമെന്ന് മാർട്ടിൻ അദ്ദേഹത്തോട് ചോദിക്കും. ഇത് കേട്ട് അദ്ദേഹം പറയും, മാർട്ടിൻ, നീ പറഞ്ഞതാണ് ശരി, നമ്മൾ സ്നേഹത്തിന് തന്നെയാണ് പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ മാർട്ടിൻ സ്നേഹപൂർവ്വം ആ വ്യക്തിയെ ശുശ്രൂഷിച്ചത് വളരെ ശരിയാണെന്ന് അദ്ദേഹം തന്നെ ഉറപ്പ് നൽകുന്നു. മറ്റൊരിക്കൽ വേറൊരു സംഭവം ഇങ്ങനെ നടക്കുന്നുണ്ട്. മാർട്ടിൻ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ പെട്ടെന്ന് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് മാർട്ടിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. മാർട്ടിന് കൊടുത്തിട്ട് ഉടനെ തന്നെ ആ സ്ത്രീ അപ്രത്യക്ഷമാവുകയാണ്. ആരാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഈ കുഞ്ഞിനെ കൊണ്ട് ആശ്രമത്തിലും കൊണ്ടുപോകാൻ പറ്റില്ല, കാര്യം അവിടെയും പ്രശ്നമാവും, എവിടെ കൊണ്ടുപോകണമെന്നറിയില്ല. പക്ഷേ ഈ കുഞ്ഞിനെ കയ്യിൽ നൽകുന്നത് ഒരു വലിയൊരു വഴിത്തിരിവായിരുന്നു. ദൈവം മറ്റൊരു കാര്യത്തിലേക്ക് മാർട്ടിനെ നയിക്കുകയായിരുന്നു. അതായത് ഇതിന് ശേഷമാണ് കുഞ്ഞുങ്ങൾക്ക് ഒരു ശിശു സംരക്ഷണ കേന്ദ്രം തുടങ്ങുവാനായിട്ട്, ആതുരാലയം തുടങ്ങാനൊക്കെ ആയിട്ട് കാരണമായത് ഈ ഒരു സംഭവത്തിന് ശേഷമാണ്. വഴിതെറ്റിപ്പോയ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടും അനാഥ ശിശുക്കൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ഇതോടൊപ്പം മാർട്ടിന് സ്ഥാപനങ്ങൾ തുടങ്ങാനായിട്ട് സാധിച്ചിരുന്നു. പിന്നീട് മറ്റ് 2 സംഭവങ്ങൾ നടക്കുന്നത് ഇങ്ങനെയാണ്. ലീമ പട്ടണത്തെ വലിയ നാശത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ദൈവം മാർട്ടിനെ എടുത്ത് ഉപയോഗിച്ച സന്ദർഭങ്ങൾ. അതിൽ ഒന്നിങ്ങനെയാണ്, അവിടുത്തെ കാർഷിക വിളകളൊക്കെ നശിച്ചു പോകാനൊക്കെ ഉണ്ടായ സാഹചര്യങ്ങൾ. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മാർട്ടിൻ തന്നെ ഉണ്ടാക്കിയ ഒരു പ്രത്യേക മരുന്നിൻ്റെ കൂട്ട് അത് തളിച്ചുകൊണ്ട് അവരുടെ നാട്ടിലുള്ളവർ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ കൃഷിനാശം സംഭവിക്കാതെ കൃഷികളെല്ലാം രക്ഷപ്പെടുത്തിയെടുക്കാനൊക്കെ ആയിട്ട് അവർക്ക് സാധിച്ചു. അങ്ങനെ കാർഷിക മേഖലയിൽ തന്നെ ഒരു വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാനായി മാർട്ടിന് സാധിച്ചു. പിന്നെ മറ്റൊരിക്കൽ ഒരു വലിയൊരു പ്രകൃതി ദുരന്തം ആണ് അവർക്ക് നേരിടേണ്ടി വന്നത്. ലീമ പട്ടണത്തിലെ റിമാക്ക് എന്ന് പറയുന്ന നദി, അത് വെള്ളപ്പൊക്കം ഉണ്ടായി അത് നിറഞ്ഞു കവിഞ്ഞ് ആ പ്രദേശങ്ങളിലെല്ലാം വ്യാപിക്കാൻ തുടങ്ങി. അപ്പോൾ ജനങ്ങളെല്ലാവരും പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അപ്പോൾ മാർട്ടിനും മറ്റൊരു സ്ഥലത്തായിരുന്നു. അവിടെ മാർട്ടിൻ്റെ ദേവാലയത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അവിടെയെല്ലാം ജനങ്ങൾ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഈ നദി കവിഞ്ഞ് ഒഴുകി ഇങ്ങോട്ട് ദേവാലയത്തിൻ്റെ അടുത്തെത്തുകയും ദേവാലയം അധികം താമസിയാതെ നിലംപൊത്തുകയും ചെയ്യുമെന്ന് മാർട്ടിൻ മനസ്സിലാക്കുന്നുണ്ട്.
മാർട്ടിൻ ആ സമയം മറ്റൊന്നും ചിന്തിക്കുന്നില്ല. നേരെ പള്ളിയുടെ മുന്നിൽ 3 കല്ലുകൾ എടുത്തു വെച്ച് ആശീർവദിക്കുന്നു. ആശീർവദിച്ചിട്ട് അതിൽ ഒന്നെടുത്ത് നദിയിലേക്ക് എറിയുന്നു, മറ്റൊന്ന് നദിയിലുണ്ടായ ഒരു ചുഴിയിലേക്ക് എറിയുന്നു, ഒരെണ്ണം ദേവാലയത്തെ മുന്നിൽ തന്നെ വയ്ക്കുന്നു. അത്ഭുതമെന്നോണം പെട്ടെന്ന് ഈ ജലനിരപ്പ് താഴ്ന്ന് അവിടുത്തെ ആ ഒരു വെള്ളപ്പൊക്കം പെട്ടെന്ന് നിൽക്കുകയും ചെയ്യുന്നു. അതോടെ ആ ഒരു ദേശത്തെ രക്ഷപ്പെടുത്തിയെടുക്കാനായി മാർട്ടിന് സാധിച്ചു. മാർട്ടിൻ്റെ മരണദിനങ്ങൾ അടുത്തപ്പോൾ മാർട്ടിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് മറ്റൊരു സഹോദരൻ, മാർട്ടിൻ്റെ ആശ്രമത്തിലുള്ള സഹോദരൻ വന്നിട്ട് മാർട്ടിന് മെക്സിക്കോയിലോട്ടുള്ള ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ മാർട്ടിൻ പറയും, ഇനിയുള്ള യാത്ര ഇനി അങ്ങോട്ടല്ല എന്നുള്ളത് മാർട്ടിൻ മറ്റൊരു അർത്ഥത്തിൽ അദ്ദേഹത്തോട് പറയുകയാണ്. പെട്ടെന്ന് തന്നെ മാർട്ടിന് ഒരു പനിയൊക്കെ ആരംഭിക്കുന്നു. അതിന് വേണ്ടിയിട്ട് മരുന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അദ്ദേഹം പറയും, എനിക്ക് വേണ്ടി മറ്റൊന്നും ചെയ്യേണ്ടതില്ല. കാര്യം അദ്ദേഹത്തിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു, ഇത് തനിക്ക് മരണത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായി ദൈവം തന്ന അവസരമാണ്. അപ്പോൾ ഇനി ഈ പനി തന്നിരിക്കുന്നത് അങ്ങോട്ട് ദൈവം വിളിക്കുന്നതാണെന്നുള്ള ബോധ്യം മാർട്ടിനുണ്ടായിരുന്നു. അങ്ങനെ മാർട്ടിൻ ഈ പനിയോടുകൂടി മരണപ്പെടുകയാണ്. മാർട്ടിൻ മരണപ്പെട്ട സമയത്ത് ആ മുറിയിലാകെ വലിയൊരു പ്രകാശം നിറഞ്ഞു നിന്നിരുന്നുവെന്ന് അവിടെ നിന്നിരുന്നവരൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ക്രിസ്തുവിൻ്റെ പ്രകാശമായി തീരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. വളരെയേറെ അധിക്ഷേപങ്ങളും നിന്ദനങ്ങളും അങ്ങനത്തെ തുടർച്ചയായ സഹനങ്ങളിലൂടെയെല്ലാം മാർട്ടിൻ കടന്നുപോയി. എങ്കിലും അതിലെല്ലാം ദൈവം മാർട്ടിനെ തൻ്റെ കയ്യിലെടുത്ത് ഉപയോഗിക്കുകയായിരുന്നു. വിദ്യാഭ്യാസമില്ലാതിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു ഡോക്ടറായി മാറ്റുവാനായിട്ടും അത്ഭുത പ്രവൃത്തികൾ ചെയ്യിപ്പിക്കാനായിട്ട് ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച വലിയൊരു ഉപകരണമായിരുന്നു മാർട്ടിൻ ഡി പോറസ്. അദ്ദേഹത്തെ ഈ ഒരു വിശുദ്ധനെ പോലെ ആയി തീരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന കഷ്ടപ്പാടുകളൊക്കെ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് മാറ്റുവാനായി നമുക്ക് പരിശ്രമിക്കാം.